രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നടന്ന മിനി ഫുട്ബോൾ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച് കേരളത്തിന്റെ ബാലതാരങ്ങൾ. അണ്ടർ 11 വിഭാഗത്തിൽ ടീം റണ്ണേഴ്സ് അപ്പ് ട്രോഫി കരസ്ഥമാക്കിയപ്പോൾ അണ്ടർ 13 വിഭാഗത്തിൽ രണ്ടാം റണ്ണേഴ്സ് അപ്പ് സ്ഥാനമാണ് കേരളം കൈവരിച്ചത്. ഉദയ്പൂരിൽ നടന്ന മിനി ഫുട്ബോൾ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ ബാലതാരങ്ങൾ ശ്രദ്ധേയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അണ്ടർ 11 വിഭാഗത്തിൽ കേരള ടീം റണ്ണേഴ്സ് അപ്പ് ട്രോഫി നേടിയപ്പോൾ അണ്ടർ 13 വിഭാഗത്തിൽ രണ്ടാം റണ്ണേഴ്സ് അപ്പ് സ്ഥാനവും സ്വന്തമാക്കി. ഹെഡ് കോച്ച് അമൽ സക്കറിയ, ടീം മാനേജർ എസ് നിരഞ്ജൻ, ടീം കോർഡിനേറ്റർ അൽഫിൻ ആബി, അസിസ്റ്റന്റ് കോച്ച് ആൽബിൻ ആബി എന്നിവർ മികച്ച രീതിയിൽ ടീമിനെ നയിച്ചു. കേരള ടീമിന്റെ ഈ നേട്ടത്തിന് പിന്നിൽ KV സ്പോർട്സിനും ബ്ലൂ സ്റ്റാർസ് FC ബംഗളൂരുവിനും നൽകിയ ഉറച്ച പിന്തുണയ്ക്കും അശ്രാന്തമായ സഹകരണത്തിനും അധികൃതർ നന്ദി രേഖപ്പെടുത്തി. ചെറുമൈതാനത്തിലും വേഗതയും സാങ്കേതിക മികവും പ്രാധാന്യമുള്ള കായിക ഇനമായ മിനി ഫുട്ബോളിൽ കേരള ടീമുകൾ മുഴുവൻ മത്സരങ്ങളിലും മികച്ച ടീം വർക്കാണ് കാഴ്ചവെച്ചത്. അണ്ടർ 11 വിഭാഗത്തിൽ മുഹമ്മദ് അയാൻ ടോപ്പ് സ്കോററും ബെസ്റ്റ് പ്ലെയറുമായി. ക്ലിമൻ പോൾ ബെസ്റ്റ് ഗോൾ കീപ്പർ പുരസ്കാരം നേടി. അണ്ടർ 13 വിഭാഗത്തിൽ ഫഹദ് അബ്ദുൾ പ്രോമിസിംഗ് പ്ലെയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ നമുക്ക് അണ്ടർ 11 കാറ്റഗറിയിൽ ബെസ്റ്റ് പ്ലെയറും ടോപ്പ് സ്കോററായിട്ടും വന്നേക്കുന്ന നമ്മുടെ മുഹമ്മദ് അയാനാണ്. ഓക്കെ, മുഹമ്മദ് അയാൻ. അതേപോലെ തന്നെ നമുക്ക് അണ്ടർ 13 കാറ്റഗറിയിൽ എമർജിംഗ് പ്ലെയർ, അത് ആ ടൂർണമെന്റിലെ ഏറ്റവും നല്ലൊരു പ്ലെയർ ആയിട്ട് തെരഞ്ഞെടുത്തേക്കുന്നത് നമ്മുടെ ഫയദ് അബ്ദുൽ അസീസ്. ഈ രണ്ടുപേര് മാത്രമല്ല, നമ്മുടെ ബാക്കിയുള്ള കൊച്ചു പിള്ളേരും ഉണ്ട്. അഖിലേഷ്, അഭിരാജ്, എയ്ഡൻ, അമൻ രാജ്, എറിക് പോൾ, അർജുൻ, ജെബിൻ, അഭിരിത്, ആയുഷ്. ഓക്കെ, ഇവരെല്ലാവരും തന്നെ കാരണം ഫുട്ബോൾ എന്ന് പറയുന്ന ടീം ഗെയിമാണ്. ഒറ്റൊരാൾ കൊണ്ട് കളി ജയിക്കില്ല. ഇവരെല്ലാവരും ടീം എഫേർട്ട് കാരണമാണ് നമുക്ക് ഈ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത്. ന്യൂസ് ബ്യൂറോ, പറവൂർ. അതെ മാമേ, നമ്മുടെ ആൻസി കൊച്ചിന്റെ കല്യാണമായിട്ട് വന്നാണ്. സ്വർണ്ണം എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൊച്ചന്റെ കടയിൽ നിന്ന് സ്വർണ്ണം എടുത്തൂടെ? ഏത് കൊച്ചന്റെ കട? മോക്ക് സ്വർണ്ണം എടുക്കാൻ പോയില്ലേ ആ കട? പറവൂർ ഗോൾഡ് ജ്വല്ലറി, നോർത്ത് പറവൂർ.